ഇറാനെ പിടിച്ചു കുലുക്കിയ ജനകീയ പ്രക്ഷോഭം തുടരുന്നതിനിടെ ആക്രമണ ഭീഷണി ആവർത്തിച്ചിരിക്കുകയാണ് അമേരിക്ക. സൈനിക നടപടിയും നയതന്ത്ര നീക്കങ്ങളും പരിഗണനയിലെന്ന് US നേതൃത്വം അറിയിച്ചു. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അടിച്ചേൽപ്പിച്ചാൽ ഏതറ്റം വരെയും തിരിച്ചടിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ അമേരിക്കയും പുറം ശക്തികളുമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞു. ഇറാൻ യുദ്ധത്തിനും ചർച്ചകൾക്കും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ രക്തരൂക്ഷിതമാക്കി മാറ്റിയതിനു പിന്നിൽ ഈ ശക്തികളാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ഇറാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ സൈനിക നടപടി പരിഗണനയിലാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇറാൻ ചർച്ചകൾക്ക് ആവശ്യപ്പെട്ടെങ്കിലും ചില നടപടികൾ വേണ്ടിവരുമെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. ഇതിനിടെ സൈനിക നടപടി സംബന്ധിച്ച് താൻ ഭീഷണി മുഴക്കിയതിനു ശേഷം ഇറാനിയൻ നേതൃത്വം ചർച്ചകൾക്ക് വിളിച്ചതായും ഒരു കൂടിക്കാഴ്ച സജ്ജീകരിക്കുന്നുവെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തങ്ങൾ പ്രവർത്തിക്കേണ്ടി വന്നേക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാനിലെ പ്രതിഷേധം വിദേശ ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്നതിനായി മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നാണ് അബ്ബാസ് അറാഗ്ചി കുറ്റപ്പെടുത്തിയത്. പ്രതിഷേധക്കാർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ കൈവശമുണ്ടെന്നും ഉടൻ തന്നെ കസ്റ്റഡിയിലുള്ളവരുടെ കുറ്റസമ്മതങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശ ഘടകങ്ങളാണ് പ്രക്ഷോഭങ്ങളെ തീ പിടിപ്പിക്കുന്നതും ഇന്ധനം നൽകുകയും ചെയ്തത്. ഇതിന് ഉത്തരവാദികളായവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേട്ടയാടുക തന്നെ ചെയ്യുമെന്നും അറാഗ്ചി മുന്നറിയിപ്പ് നൽകി. യുഎസിന്റെ ഏതെങ്കിലും സൈനിക ഇടപെടൽ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ US സൈനിക താവളങ്ങൾ, കപ്പലുകൾ, ഉദ്യോഗസ്ഥർ എന്നിവരെ ലക്ഷ്യമിടുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രക്ഷോഭങ്ങൾക്ക് നേരെയുള്ള അതിക്രമം ഒഴിവാക്കണമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന് താക്കീത് നൽകിയിട്ടുണ്ട്. സംഘർഷ സാഹചര്യം മുൻനിർത്തി ടെഹ്റാൻ ഫ്രഞ്ച് എംബസിയിൽ നിന്നുള്ള ഭൂരിഭാഗം പ്രതിനിധികളും ഇറാൻ വിട്ടതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു.